സിയോൻ നഗരത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ വിജയകരമായി യാത്ര പൂർത്തിയാക്കിയവരെ ഓർക്കുന്നത് നമുക്ക് ഉന്മേഷം പ്രദാനം ചെയ്യും. അപ്പോൾ തന്നെ പഴയ നിയമത്തിലെ ആഖാനും ലോത്തിന്റെ ഭാര്യയും പോലെ കാല് തട്ടിവീണ് പടുകുഴികളിലേക്ക് താണുപോയ രണ്ടുപേരെ പുതിയ നിയമം നമുക്ക് പരിചയപ്പെടുത്തുന്നു, അനന്യാസും സഫീറയും. ഭൂമിയുള്ള കാലത്തോളം ഇവരുടെ ജീവിതം ഒരു ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിൽ ഉണ്ടാകും. ഇവരെ ചിലപ്പോഴൊക്കെ ഓർക്കുന്നത് സൂക്ഷ്മതയോടെ കാൽച്ചുവടുകൾ വയ്ക്കുവാൻ നമ്മെ സഹായിക്കും. സാം ഐരൂർക്കുഴിയുടെയും സഹധർമ്മിണി റിയ ഐരൂർക്കുഴിയുടെയും മനസ്സിലുദിച്ച ആശയം ജോആനും റേച്ചലും കെസിയയും ഷാരോനും ചേർന്ന് അവതരിപ്പിക്കുന്നു ദൃഷ്ടാന്തം. അടുക്കളയിൽ ഒരു 100 പണിയുണ്ട്. എന്തോ ഇവിടെ ഇന്നങ്ങ് വിളിച്ചാ മതിയല്ലോ. നമ്മുടെ പ്രബോധനമന്ത്രി ചെയ്ത കാര്യമെല്ലാം അറിഞ്ഞോ? ഒന്നും പറ്റിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറ്റിയത് അറിയിപ്പാരെ സന്തോഷം എന്റെ ഭാര്യക്കില്ല. അതെ, എന്നെ വേണ്ട ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് ദേഷ്യപ്പെടാതെ ഞാൻ പറയട്ടെ. പ്രബോധനപുത്രി ചെയ്ത എന്താന്ന് നീ അറിഞ്ഞോ? വസ്തുക്കളെല്ലാം വെച്ച് അപ്പോസ്തലന്മാർ കൊടുത്തിരി. എന്താ അപ്പോസ്തലന്മാർക്ക് വസ്തു? എനിക്ക് പോവാതെ എല്ലാരും കൊടുക്കും. അപ്പൊ നമ്മള് മാത്രം കൊടുത്തില്ലേ മോശമാണ്. അല്ല, എന്താ ഉദ്ദേശം? നമുക്ക് ആ ടൗണില് അതങ്ങ് വിറ്റാലോ? തമാശ പറയില്ലേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. 2 പെൺപിള്ളേരെ പറഞ്ഞു തന്നെ. എഡ്യൂക്കേഷൻ എത്ര ഫീസാണെന്ന് അറിയാലോ. 1 സെന്റ് 3 ലക്ഷം കൊടുത്ത് മേടിച്ച സ്ഥല ഇപ്പം വിൽക്കാൻ പോകുന്നു. എടി മോശമാണ്, നമ്മൾ കൊടുത്തില്ലെങ്കിൽ എല്ലാരും കൊടുക്കുന്നു. ഒരു കാര്യം ചെയ്യ, ആ കൗണ്ട് ലെവലെ സ്ഥലം എടുത്ത് വെക്ക്. ഇത്ര അത്യാവശ്യമാണ്. അത് കൊള്ളാലോ. ഞാൻ പോയി നോക്കിട്ട് വരാം. വേണ്ടി ഭാഗ്യം സിറ്റിയിലെ സ്ഥലം എങ്കിലും പോയില്ല. എടി, ഞാൻ സ്ഥലം വെച്ചു. ഉദ്ദേശിക്കുന്ന ലാഭത്തിനാ വെച്ചത്. ആന്നോ? ആ, ഞാൻ ഒരു കാര്യം പറയാം. ഇനി എന്തുവാ? എനിക്കൊരു ബുദ്ധി തോന്നി. ഇനി എന്തുവാ അടുത്ത ബുദ്ധി നിന്റെ? നമുക്ക് ലാഭത്തിന് കിട്ടിയതല്ലേ? ആ, നമുക്ക് ഇച്ചിരി പൈസ മാറ്റി വെച്ചാലോ? അത് വേണോ? ഓ, അതിനെന്നാ, ഭർണബാസും അപ്പോസ്തലന്മാരൊന്നും അറിയത്തില്ല, അറിയത്തുള്ളൂ. എനിക്ക് പിന്നെ നീ എടുത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. ആ കഥ അടിച്ചാലും പിന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാവേ. നീ ചോറെടുത്ത് വെച്ചോ. അതെ, മൊത്തം തുക ഉണ്ടെന്ന് ചോദിച്ചോ. ഉണ്ടെന്ന് പറഞ്ഞാ മതി, വിശദീകരിക്കാനൊന്നും പോണ്ട. ആ, ശരി ശരി. ഗംഭീരായി. എന്നാണ് വിശേഷം? കൗണ്ടിയില് സ്ഥലം വെച്ചു, അതിന്റെ പൈസ കൊണ്ട് തരാനായിട്ട് വന്നതാ. പണം മൊത്തം ഉണ്ടോ അന്യാസെ? പിന്നെ കൈവശമാക്കിയിട്ടുണ്ട്. ഇത് വിൽക്കും മുമ്പും വിറ്റ ശേഷവും നിന്റേതല്ലായിരുന്നു. ഈ കാര്യം ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട്? കഷ്ടം തന്നെ. വ്യാജം പറയുന്നില്ല. അതെ, അച്ഛനും എല്ലാം കണ്ടായിരുന്നോ? അല്ല, കൊറേ നേരം അതെ, സ്ഥലം വെച്ച് പൈസ തന്നത് പോരാ, ഇപ്പൊ ഞങ്ങൾ സംശയിക്കുന്നു. കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ തമ്മിൽ എന്ത്? വാദങ്ങളുണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും. ദഹിപ്പിക്കുന്ന അഗ്നിയോടാണ് വ്യാജം പറയുന്നത്. സഫീരയും അനന്യാസും മറന്നുപോയി. കഷ്ടം തന്നെ. ദൈവവചനം ഇപ്രകാരം പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ഹേതുവല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് അവിശ്വാസികളെക്കാൾ അധർമ്മരായി തീർന്നിരിക്കുന്നു.
നമ്മുടെ പ്രവൃത്തികളെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യാതെ ദൈവത്തിന് പ്രസാദമാകും വണ്ണം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൃഷ്ടാന്തം ശ്രദ്ധിച്ച ഏവർക്കും ഞങ്ങളുടെ വിനീതമായ നന്ദി.